ശ്രീ ജലീൽ പുനലൂരിലേക്ക്. ശ്രീ ജലീൽ, കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി KPCC എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണത്. AICCയെ അറിയിച്ചിട്ടുമുണ്ട്. ഗത്യന്തരമില്ലാതെ MLA സ്ഥാനം രാജിവെക്കേണ്ടതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ? കാരണം കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ സംജാതമായിരിക്കും. കോൺഗ്രസിൻ്റേത് ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കുമെങ്കിൽ അത് വൈകി വന്ന ഒരു വിവേകം എന്നേ വിശേഷിപ്പിക്കാനാകും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കേസിലെ ഒരു വഴിത്തിരിവ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുച്ചൂടും ബാധിച്ച ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂ. കാരണം ഇത്തരം ഒരു വിഷയത്തിൽ ആത്മാർത്ഥതയുടെ തരുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാൾ പ്രത്യക്ഷമായി തന്നെ ഒരു സമൂഹത്താൽ പിടിക്കപ്പെട്ട, അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരാൾ നിരന്തരമായി കോൺഗ്രസിന്റെ ടിക്കറ്റിൽ കാസർഗോഡ് നിന്നും ലോക്സഭയിൽ എത്തുമായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ, വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയും പൊതുജീവിതത്തിൽ നിഷ്ഠയും ആചാരമാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് ഞങ്ങൾ. ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെതിന് സമാനമായ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. ആ കേസിന്റെ വഴിത്താല് നീണ്ട നൂറ്റാണ്ട് കാലം പൊരുതിയ ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളിൽ ഒരാളാണ് ഞാൻ. BJP അടക്കം പ്രതിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തീർത്ത കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ആ കേസിലെ പ്രതി സർവ സ്വതന്ത്രനായി ഈ നാട്ടിൽ വിരാജിക്കുകയാണ്. അപൂർവം ചിലരൊഴികെ കേരളീയ രാഷ്ട്രീയത്തിൽ അത്തരം കേസുകളുമായി മുന്നോട്ടു പോകാൻ ധൈര്യം കാട്ടിയവർ വളരെ കുറവാണ്. ഈ രാഹുലിന്റെ കേസിന് സമാനമായത് തന്നെയാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പിസത്തിന്റെ പേരിലാണെങ്കിൽ പോലും രാഹുലിനെ തള്ളിപ്പറയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രാഹുലിന് സമാനമായ ഐസ്ക്രീം കേസിൽ അതും സമാനമാണ്. കാരണം 8ഓളം 10ഓളം പെൺകുട്ടികളാണ് പ്രത്യക്ഷമായി ഇവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഐസ്ക്രീം കേസിലും 1 ഡസനിലധികം പെൺകുട്ടികളാണ് ഇരകളാകുന്നത്. എന്നാൽ ആ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ നിൽക്കേണ്ട ഇന്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ BJP നേതാക്കളടക്കം, അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു, ആ നേതാക്കളടക്കം വേട്ടക്കാരനൊപ്പം നിലകൊള്ളാനാണ് നിർഭാഗ്യവശാൽ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ആശ്ചര്യമായ ഒരു കാര്യം, ആശ്വാസകരമായ ഒരു കാര്യം, രാഹുലിന്റെ മതം രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശ്രീ ജലീൽ പുനലൂർ, ഒരു കാര്യം കൂടി, രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് നേതാക്കൾ ആദ്യം പുലർത്തുമ്പോൾ അതിനെതിരെ LDFന് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുത തന്നെയല്ലേ? താങ്കൾ ഇപ്പോൾ കോൺഗ്രസിനെ വൈകി വന്ന വിവേകം എന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ പോലും മുകേഷിന്റെ കാര്യത്തിലും AK ശശീന്ദ്രന്റെ കാര്യത്തിലുമൊക്കെ LDFനുള്ളിൽ എന്തുകൊണ്ട് അത്തരമൊരു വിവേക ബുദ്ധി ഉടലെടുത്തില്ല എന്ന് സ്വയം വിമർശനാത്മകമായി ചോദിക്കാമല്ലോ. കാരണം CPMന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ രാജിവെക്കണം എന്ന് പറയാനുള്ള ആർജവം അവരുടെ നേതാക്കളിൽ നിന്ന് തന്നെ നഷ്ടമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കോൺഗ്രസിനെ മാത്രം ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFൽ എന്താണ്, CPMൽ എന്താണ്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനുള്ളിൽ എന്താണ് എന്നുള്ളത് കൂടി വിലയിരുത്തേണ്ടതല്ലേ? നോക്കൂ, ഒരുവിധ സ്ത്രീ പീഡനത്തെയും ന്യായീകരിക്കേണ്ട ഒരു ഗതികേടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ മുകേഷിന്റെയും AK ശശീന്ദ്രന്റെയും കേസുകൾ ഐസ്ക്രീം കേസുമായും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസുമായി താരതമ്യം ചെയ്യുന്നത് അനുചിതമാണെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. കേവലം ഒരു രാഷ്ട്രീയ പ്രേരിതമായ എന്തെങ്കിലും സംഭവത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉയർത്തിയ ഒരു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടതാണോ ഒരു MLA സ്ഥാനം? ഇവിടെ AK ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച ചരിത്രം ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോപണം വന്ന ഉടൻ തന്നെ AK ശശീന്ദ്രന്റെ രാജി എഴുതി വാങ്ങി അദ്ദേഹത്തോട് നിയമ നടപടികൾ
നേരിടാൻ പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് നിയമ നടപടികൾ നേരിട്ടു. അദ്ദേഹം പൂർണ്ണമായി നിരപരാധിയാണെന്ന് നീതിന്യായ വ്യവസ്ഥ വിധിയെഴുതി. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി കോടതി നിരപരാധി എന്ന് കണ്ട് തിരിച്ചു വരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ജനാധിപത്യ സമൂഹത്തിനില്ലേ? ഇന്നും അടിവരയിട്ടുകൊണ്ട് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അദ്ദേഹം നിയമ നടപടികൾ നേരിടട്ടെ. ഒരു പക്ഷേ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി വന്നാൽ വീണ്ടും സജീവമായ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതിൽ ഇവിടെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനും ഒരു വൈമുഖ്യവുമില്ല. മറ്റൊന്നും കൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏത് ഇടതുപക്ഷമാണെന്ന് താങ്കളൊന്ന് ഓർക്കണം. താങ്കൾക്ക് തന്നെ പരിചിതമായിരിക്കും നീലലോഹിതദാസൻ നാടാർ. താങ്കൾക്കും അറിയാം PJ ജോസഫ് ഒരു വിമാനത്തിൽ വെച്ച് ഒരു സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറി എന്ന ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ പ്ലെയിൻ ലാൻഡ് ചെയ്തത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സ്വന്തം സഹപ്രവർത്തകയായ ഒരു ഉദ്യോഗസ്ഥ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ നീണ്ട കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർന്നുപോയി. നീലലോഹിതദാസൻ നാടാരുടെ മന്ത്രിസ്ഥാനം എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ ഏതെങ്കിലും ദുർബലമായ ഒരു കേസുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള അധമന്മാരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ശരി, ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ AK ശശീന്ദ്രന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മുകേഷിന്റെ കാര്യത്തിൽ, നീലലോഹിതദാസൻ നാടാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല. ജോസഫിന്റെ കാര്യത്തിലായാലും ആ വിമാനത്തിലുണ്ടായിരുന്ന സ്ത്രീ എന്ന് പറയുന്നത് പ്രബലയായ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ചൂണ്ടിക്കാട്ടിയ ഉടനെ അങ്ങ് LDF ഇവരുടെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തണ്ട. അപ്പോഴാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. ഇവിടെ ഒരു വ്യക്തി പോലും ഇല്ല മുന്നിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ഈ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വന്നപ്പോൾ പരാതിക്കാരി പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെയും പ്രതിരോധിക്കാമല്ലോ. അതിനെ എങ്ങനെയാണ് LDF നോക്കിക്കാണുന്നത്? നോക്കൂ, ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചതുപോലെയല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമല്ല. ഇത് താങ്കളടക്കമുള്ള കേരളത്തിലെ മാധ്യമ മേഖല ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പൊതുവിഷയമാണ്. ഇത് ഏതെങ്കിലും ഒരു യുവതിയിൽ നിന്ന് മാത്രമുണ്ടായ ഒരു ആരോപണമായിരുന്നുവെങ്കിൽ അത്തരം ഒരു ആരോപണത്തെ നമുക്ക് ആ നിലയിൽ കാണാമായിരുന്നു. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ ഇന്ന് K മുരളീധരൻ, കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറായ ലീഡർ K മുരളീധരൻ തന്നെ വാർത്താലേഖകരോട് പറഞ്ഞിരിക്കുന്നു, പൊട്ടിത്തെറിയുണ്ടാക്കുന്ന വലിയ വാർത്തകൾ ഇതിനു പിന്നാലെ വരാനിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 97 ഐസ്ക്രീം കേസിന് സമാനമായി കേരളത്തിലെ മനസ്സാക്ഷിയെ, സ്ത്രീത്വത്തെ, പൊതുജീവിതത്തെ, ഞങ്ങളെപ്പോലെയുള്ള വിശുദ്ധിയുള്ള പൊതുപ്രവർത്തകരെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കോൺഗ്രസ് പോലും ന്യായീകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ നാം ഏതർത്ഥത്തിൽ ന്യായീകരിക്കപ്പെടണം? ശരി ശരി.